സ്മാർട്ട് ഫോൺ ഉള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക് വീഡിയോയുമായിട്ടാണ് SG ചാനൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്മാർട്ട് ഫോണിൽ ഇനി സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള ഒരു ആപ്പ് വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. അപ്പോൾ ഈ ആപ്പ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്പിൻ്റെ പേരാണ് സഞ്ചാർ സാത്തി ആപ്പ്. അപ്പോൾ ഈ ആപ്പ് നമ്മുടെ ഫോണുകളിൽ 90 ദിവസത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മൊബൈൽ കമ്പനികൾക്ക് സർക്കാർ കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര ടെലികോം വകുപ്പിൽ നിന്നുള്ള ഒരു അറിയിപ്പായിട്ടാണ് ഇപ്പോൾ ഇത് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2025 നവംബർ 28-നാണ് ഈ പ്രഖ്യാപനം വന്നത്. അതിനുശേഷം അതിനോടനുബന്ധിച്ചിട്ട് ഈ വിജ്ഞാപനത്തിൻ്റെ കാര്യങ്ങൾ മൊബൈൽ കമ്പനികളെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടറിയേണ്ടത്, ഈ വിജ്ഞാപനത്തോട് ആപ്പിൾ എന്ന ഭീമന്മാർ യോജിക്കുമോ എന്നാണ് നമ്മൾക്ക് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ സാംസങ്, ഷവോമി തുടങ്ങിയ കമ്പനികൾക്കും ഈ നിർദ്ദേശങ്ങൾ 90 ദിവസത്തിൽ നടപ്പിലാക്കണം എന്നുള്ളത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ വിജ്ഞാപനം പ്രാബല്യത്തിലാകുന്നതോടെ നമ്മുടെ സ്വകാര്യതയെ എങ്ങനെ ബാധിക്കുന്നു? തീർച്ചയായിട്ടും നമ്മുടെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ള ഒരു ആശങ്കയും ജനങ്ങൾക്കുണ്ട്. പക്ഷേ ഇതും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണോ? തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങളും മൊബൈലിലെ മറ്റുള്ള ഈ പറഞ്ഞ പോലെ ഫേക്ക് കോളുകൾ, മറ്റുള്ള പണമിടപാടുകളിലും മറ്റും ഉണ്ടാകുന്ന സൈബർ സെക്യൂരിറ്റി ഭീഷണി തുടങ്ങിയവയെല്ലാം ഒഴിവാക്കുവാൻ വേണ്ടി ഈ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി സാധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്, കളഞ്ഞു പോയ മൊബൈൽ ഫോണുകൾ 2025 ഒക്ടോബറിൽ 50,000 വരെ ഈ സഞ്ചാർ സാത്തി ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്നത് വഴി, അതായത് EMI നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നത് വഴി വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കണക്കിന് ഇതിന് നല്ല വശവുമുണ്ട്. എന്നാൽ ഇതിൻ്റെ മറുവശമാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. ഈ പറഞ്ഞ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകുമോ ഈ തീരുമാനം? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ആപ്പിൾ പോലുള്ള കമ്പനികൾ ഇന്ത്യ വിടുമോ ഇത് വന്നു കഴിഞ്ഞാൽ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.